സോഫ്റ്റ് ടോയ്സിൻ്റെ ഇത്രയും വലിയൊരു കളക്ഷൻ ഗുരുവായൂർ വേറൊരു ഷോപ്പിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് എവിടെയാണെന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? അത് നമ്മുടെ സ്വന്തം ഗുരുവായൂർ കിഴക്കേ നടയിൽ പ്രിയങ്കയിലാണ് കേട്ടോ. ലോക്കൽ സോഫ്റ്റ് ടോയ്സ് ഒന്നല്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സാണ്. അതുകൊണ്ട് തന്നെ റേറ്റും ഉണ്ട്. ഒരു 150 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉള്ള സോഫ്റ്റ് ടോയ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ സൂപ്പർ ഹീറോസ് എല്ലാവരും ഉണ്ട് കേട്ടോ. സ്പൈഡർമാൻ, സൂപ്പർമാൻ, ഹൾക്ക് തുടങ്ങിയ എല്ലാ സൂപ്പർ ഹീറോസും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാർബിയും ടെഡി ബിയർ, അങ്ങനെ കുറേ തരം ടോയ്സുകളുണ്ട്. ഇനി പുലി തുടങ്ങി സിംഹം, കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. സിംഹവും കരടിയും പുലിയും മാനും മുയലും ഒക്കെ ഉണ്ട്. പണ്ടും ഈ ടെഡി ബിയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു കേട്ടോ. ഇവിടെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു, ബ്ലൂ, റെഡ്, പിങ്ക്, ക്രീം, അങ്ങനെ കളറിലുള്ള ടെഡി ബിയേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടെഡി ബിയറിനൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. 150 രൂപ മുതൽ ഏകദേശം 1500 രൂപ വരെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് റേഞ്ച് പോകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് കേട്ടോ എല്ലാ ടോയ്സും ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെടും. അത്രയും ക്യൂട്ടായിട്ടുള്ള ടോയ്സാണ് കേട്ടോ അതൊക്കെ. കുഞ്ഞു മക്കൾക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഈ സോഫ്റ്റ് ടോയ്സ്. ചെറുതും വലുതായിട്ടുള്ള കുറേ സ്പൈഡർമാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആനക്കുട്ടി, കൊമ്പുള്ള ആനക്കുട്ടി, കൊമ്പില്ലാത്ത ആനക്കുട്ടി, നല്ല രസമായിരുന്നു. ഈ കാണുന്നത് നമ്മുടെ സിംഹക്കുട്ടികളാണ് കേട്ടോ. സിംഹക്കുട്ടികളും കുറേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നായ്ക്കുട്ടികളും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമാണ്, എന്ത് ക്യൂട്ടാണെന്നറിയോ നായ്ക്കുട്ടി, പുലിക്കുട്ടി, സിംഹക്കുട്ടി എന്നൊക്കെ കാണാൻ. ഈ ടോയ്സൊക്കെ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. അത്രയ്ക്കധികം കളക്ഷൻസാണ് അവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പുള്ളിയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഗണേശൻ്റെ കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു. ഇത് നമ്മളങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത ഐറ്റംസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ മറ്റുള്ള കടകളിലൊന്നും കാണാത്ത കുറേ സാധനം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിലത്തെ ആ മുഖംമൂടിയൊക്കെ വെച്ച് വരുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കളായിട്ടൊക്കെയാണ് പോണതെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവർ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരഞ്ഞ് നമ്മുടെ കയ്യിൽ പൈസ കളയാൻ സാധ്യതയുണ്ട്. വലിയ ആൾക്കാരായി നമ്മൾ കയറുമ്പോൾ അവരത്രയും നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ അത്രയും നല്ല കളറിലാണ് അവിടെ ടോയ്സുകൾ ഉണ്ടായിരുന്നത്. ഈ പ്രിയങ്ക ഷോപ്പിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കയറി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.